ഇത് കാണേണ്ട കാഴ്ച കേട്ടോ. ഇത് മുഴുവൻ എ സി മാത്രമല്ല, അവിടുത്തെ ഓരോ സംവിധാനങ്ങളും ഒരു 5 സ്റ്റാർ ഉണ്ടല്ലോ. വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചെന്ന് എയർപോർട്ടിൻ്റെ സൗകര്യത്തേക്കാളും നല്ല വാഷ്റൂം. പിന്നെ സ്റ്റാഫ് റൂം അതിനേക്കാളും, HMൻ്റെ റൂമോ അതിനേക്കാളും സൗകര്യം. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എത്ര എ സി ആണെന്നറിയോ. പിന്നെ അതിൻ്റെ ബെഞ്ചുകൾ, ബാക്കി ഇൻറ്റീരിയർ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഏകദേശം 5 കോടിൻ്റെ മുകളിൽ ഇതിന് ചിലവുണ്ട്. 100 വർഷത്തെ പഴക്കമുള്ളൊരു സ്കൂള്. രാജ്യത്തെ ആദ്യത്തെ ഇതായിരിക്കും LP സ്കൂളിൽ. ഗൂഗിൾ AI സെർച്ച് ചെയ്തപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഈ സൗകര്യത്തിലുള്ള സ്കൂൾ ഇവരാണെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. സന്തോഷം. എന്ത് തോന്നുന്നു? എന്തോ ഒരു സ്വർഗത്ത് വന്നൊരവസ്ഥയാണ്. 23 AC അല്ലേ? ആ സംവിധാനങ്ങളും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള വന്ന് കണ്ടേ. സോളാർ അല്ലേ? ഇത്രയൊക്കെ AC കൾ പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സോളാർ നോക്കിക്കോളും. ഇവിടുത്തെ കുട്ടികളുടെ സന്തോഷം എത്രത്തോളം കോട്ടേഴ്സ് നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. പിന്നെ അവരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർ മുൻജന്മ സുഹൃത്തുമായിരിക്കും ഇത് ചെയ്ത ആരായാലും അല്ലേ? അതായതുണ്ടല്ലോ, ഏറ്റവും പാവപ്പെട്ട കുറേ ആളുകൾ പരിസരത്തുണ്ട്. അവർക്കൊക്കെ ഉണ്ടല്ലോ പകൽ മുഴുവൻ AC യിലിരുന്ന് നല്ല എഡ്യൂക്കേഷൻ, ഒരു കംഫർട്ടായിട്ട് പഠിക്കുക, ഉന്നതിയിലെത്തട്ടെ അല്ലേ? ഇത് റിസോർട്ടും അല്ല, 7 സ്റ്റാർ ഹോട്ടലും അല്ല. എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. ഇനി എവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഇത് മലപ്പുറത്താണ്. മലപ്പുറത്തിൻ്റെ ഹൃദയഭൂമിയിലാണ് ഒരു LP സ്കൂളാണ്. ഈ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ തന്നെ നമ്മൾ നെട്ടിപ്പോയി. ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു എക്സാജറേഷൻ അല്ല, അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഈ കുട്ടികളുടെ ഭാഗ്യട്ടാ. ഫുള്ളി AC, ബാക്കി സൗണ്ട് സിസ്റ്റം, പിന്നെ ഡിജിറ്റൽ, ഒരുപാട് സംവിധാനങ്ങളുള്ള നമ്മുടെ മലപ്പുറം നഗരസഭയുടെ കീഴിലുള്ള ഒരു സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് നമുക്കൊന്ന് പോയി നോക്കാം സൈഫോ അല്ലേ? അതേപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ നോക്കുക, ആകെ മാറുകയെന്നുണ്ടായിരുന്നു. ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പൊതുവിദ്യാലയങ്ങൾ പഠിച്ചിട്ട് വിവിധ മേഖലയിലുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ സന്തോഷ് സാറാണെങ്കിലും അതേപോലെ തന്നെ സൈഫൊക്കെ ആണെങ്കിലും പൊതുവിദ്യാലയങ്ങൾ പഠിച്ച ആളുകളാണ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. സ്റ്റാഫ് റൂം ആട്ടോ. സന്തോഷ് മാഷേ വരി. സാറേ, എക്സിക്യൂട്ടീവ് സ്റ്റാഫ് റൂമാണ്. ഓ, കമ്പ്യൂട്ടർ ലാബ് അല്ലേ? ഇവിടെ ഏറ്റവും ടോപ്പിലേ ഡൈനിങ് ഏരിയ ആയിട്ടാ. അത് അടിപൊളിയായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, സുഹൃത്ത് മലപ്പുറത്തിൻ്റെ ചെയർമാൻ മുജീബ് കാടേരി ആട്ടോ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വല്ല മാർഗം? ഗവൺമെൻറ് സ്കൂളാണല്ലോ, ആർക്ക് വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും. ഗവൺമെൻറ് ആണ്. ഏതായാലും സന്തോഷം. സന്തോഷം. ഓക്കെ, ഇത് നമ്മുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്. ഇത് മുനിസിപ്പൽ കൗൺസിലർ അറിയുന്നത് തന്നെയാണ്. ഇത് മുനിസിപ്പൽ കൗൺസിലർ. നമ്മുടെ PTA ഭാരവാഹികൾ, കൗൺസിലറുടെ ഹസ്ബൻഡ് ഇത് മുഴുവൻ നിർമ്മാണത്തിനും കൂടെ ഇതിൻ്റെ കൂടെ ബേസ് ചെയ്ത് നിന്ന ആളാണ്. പിന്നെ എല്ലാ മേഖലയിലും ശ്രദ്ധ ഉണ്ട്, പക്ഷേ വിദ്യാഭ്യാസത്തിൽ സ്പെഷ്യൽ ശ്രദ്ധ. അതാണോ ഇതിൻ്റെ ലക്ഷ്യം? എന്താണ് ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നത്, ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആളുകളോട്, എവിടെയെങ്കിലും ഇങ്ങനത്തെ സൗകര്യങ്ങൾ കമൻറ്റ് ചെയ്യട്ടവർ പൊതുമേഖലയിൽ. എന്താ പറയാനുള്ളത്? ഇത് ഈ സ്കൂള് 100 വർഷത്തെ പഴക്കമുള്ളൊരു സ്കൂളാണ്. 100 വർഷത്തെ ഏറ്റവും പഴയ നമ്മുടെ ഈ പ്രദേശത്തെ സ്കൂളാണ്. ഇതിൻ്റെ ബിൽഡിംഗ്, ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ബിൽഡിംഗ് ഈ വർഷം എഞ്ചിനീയറിംഗ് വിങ് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. കാരണം അത്രയും ശോചനീയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പുതിയ ലാൻഡ് മുനിസിപ്പാലിറ്റി തന്നെ വാങ്ങിയതാണ്. ഈ ലാൻഡ് വാങ്ങി അപ്പോൾ ആ സമയത്ത് നമ്മൾ കരുതി അതിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ്, ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ നിലവിലുള്ള 2 സ്കൂളുകൾ എന്നറിയപ്പെടുന്ന നടക്കാവ്, അതുപോലെ കാരാപ്പറമ്പ് സ്കൂൾ, അവിടെ 2ഇടത്തേക്കും ഞങ്ങൾ ടീച്ചേഴ്സും കൗൺസിലറും ഒക്കെ നേതൃത്വത്തിൽ 2 തവണ വിസിറ്റ് ചെയ്തു. എന്തെല്ലാം അവിടെ ഉള്ളത് നോക്കി. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ, കൺസ്ട്രക്ഷൻ കാര്യത്തിലൊക്കെ കണ്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആർക്കിടെക്ട്സിൻ്റെ കൂടി ഒരു സപ്പോർട്ട് വാങ്ങി. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ഒരു വോളണ്ടി ആയിട്ടാണ് ചെയ്തത്, എമൗണ്ട് ഒന്നും കൊടുക്കാതെ. അങ്ങനെ നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് കരുതിയൊരു കാര്യം, ഒന്ന്, ഇത് ഗവൺമെൻറ് സ്കൂളാണ്. ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ ഇവിടെ വരാനുള്ള കുട്ടികളുടെ ഒരു പ്രൊഫൈൽ നോക്കിയാൽ അറിയാം. എയ്ഡഡ് സ്കൂളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അവിടേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോലും പോകാൻ വകയില്ലാത്ത കുട്ടികൾ അവിടെ വരുന്നതിൽ 99%. കാരണം തൊട്ട് മുമ്പിലുള്ള സ്കൂളിൽ ഫീസ് കൊടുത്താൽ അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ കാരണം ആ അൺഎയ്ഡഡ് സ്കൂളിലൊരു ഫീസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ സാധാരണക്കാരുടെ കുട്ടികൾ വരുന്നൊരു സ്ഥാപനത്തിന് നമുക്കൊരു അവസരം ലഭിച്ച സമയത്ത് അതിൻ്റെ ഒരു ക്ലാസ് പ്രീമിയം സെറ്റപ്പിലേക്ക് കൊണ്ടുവരുന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം ഇൻപുട്സ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കി. അപ്പോൾ ഒന്ന് തീരുമാനിച്ചു, കംപ്ലീറ്റ് AC ആക്കാം എല്ലാ ക്ലാസ് റൂമുകളും. 21 AC ആണ് ഈ ബിൽഡിങ്ങിലുള്ളത്. 21 AC. അതിലെല്ലാ ക്ലാസ് റൂമിലും 2 AC പ്രകാരമാണ്. അപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ചാർജ് അതും ഞങ്ങൾ കൺസേൺ ആയിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടി വരുന്ന എൻ്റെയർ ഇലക്ട്രിസിറ്റിക്ക്
സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. അതോടുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ സസ്റ്റൈനബിലിറ്റി പ്രശ്നമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോലെ വലിയ പ്രശ്നമാണ്. 1 മാസം 2 മാസം കഴിഞ്ഞ് ഈ ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ ആളുകൾ ഇതിനെ വിമർശിച്ച് കളയും. അതുകൊണ്ട് അതിനെ ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനുള്ള സൗകര്യം ആദ്യം സോളാറും വെച്ചു. എല്ലാ ഫ്ലോറിലും പ്യൂരിഫൈഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്. അതുപോലെ എൻ്റെ ക്ലാസ് റൂമിൽ ഡിജിറ്റൽ സ്ക്രീനുണ്ട്. ലാപ്ടോപ്പ് ബേസ്ഡ് ആക്കിയിട്ടാണ് ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സിന് അവരുടെ അടുത്ത് മീറ്റിംഗ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അവർ പ്രിപ്പയർഡാണ്. ഒന്നുകൂടി അവരിപ്പം അതിനനുസരിച്ച് എക്യുപ്ഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് റൂമുകളൊക്കെ പോലെ തന്നെ സ്റ്റാഫ് റൂം, പലപ്പോഴും നമ്മുടെ ടോയ്ലറ്റുകൾ എന്നൊക്കെ പറയുന്നത് സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമായിരിക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഏറ്റവും മികച്ച മെറ്റീരിയൽ ഓരോന്നും വെച്ച സമയത്ത് പർട്ടിക്കുലർ ക്വാളിറ്റി ഞങ്ങൾ അവരുടെ അടുത്ത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരുന്നു. ഇന്ന ബ്രാൻഡ് വെക്കണം, ബ്രാൻഡിൻ്റെ ആളുകളായതുകൊണ്ട്. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂളല്ല എന്തെങ്കിലും ചെയ്തു പോകാമെന്നുള്ളൊരു അഭിപ്രായം താല്പര്യമൊക്കെ സാധാരണ ഈ ഫീൽഡിൽ കാണാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചൊരു ചെറിയ മുട്ടുസൂചിയുടെ കാര്യത്തിൽ പോലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഡെയിലി ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സാണ് ഉപയോഗിച്ചത് മുഴുവൻ, ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറക്കാനും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഗവൺമെൻറ് ആകുമ്പോൾ കുറഞ്ഞ റേറ്റിന് ഇട്ടിട്ട് ഇവർക്ക് താല്പര്യമുള്ളത് വെക്കും, സമ്മതിക്കുകയില്ല. നമുക്ക് ഈ മേഖലയിൽ അറിവുള്ളവർ വിളിച്ചു വയ്ക്കും, ഇന്ന ബ്രാൻഡിൽ ഏതാണ് നിങ്ങളുടെ അഭിപ്രായം. കുറച്ച് കോസ്റ്റ് കൂടിയാലും ഇന്ന ബ്രാൻഡാന്ന് പറയും. ആ രീതിയിലുള്ളത് വെച്ചു ഞങ്ങൾ എന്തെല്ലാമാണോ സ്വപ്നം കണ്ടത് ആ സമ്പൂർണ്ണമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല അവസാനത്തെ ഫിനിഷിങ്ങും ബോർഡും അത് നോട്ടീസ് ബോർഡ് ഉൾപ്പെടെയുള്ളത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി ഈ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ ഒരു അര ദിവസത്തിൻ്റെ പ്രവൃത്തി പോലും ബാക്കിയില്ല. എൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനമൊക്കെ പൂർത്തിയാക്കി. വളരെ ഈ സ്കൂളിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു 5,58,00,000 രൂപയാണ് കോസ്റ്റ്, ലാൻഡ് ഉൾപ്പെടെ ഞങ്ങൾ നോക്കുമ്പോൾ. അതിൽ 5,08,00,000 മുനിസിപ്പാലിറ്റി സ്പെൻഡ് ചെയ്തു. 50 ലക്ഷം MLA അടുത്തുനിന്നും കിട്ടി. അങ്ങനെ ഇതിനകത്ത് ഇത് നഷ്ടമാവില്ല. കാരണം എന്താ പറയുക, ഇനി ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് പുതിയ ഒരു കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മുഖം കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഇനീഷ്യേറ്റീവ് കൂടി നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയാം. അധ്യാപകർ ഓൾറെഡി PSC വഴി വരുന്നവരാണ്. കോമ്പിറ്റൻസി ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണമല്ലോ. പരീക്ഷ എഴുതി വരുന്ന ആളുകളല്ല. ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഈ രീതിയിലാവുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇനി അതിൻ്റെ ആ അർത്ഥത്തിലേക്കുള്ള തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബേസ് നമുക്കിവിടെ എന്തായാലും തുടക്കം കുറിക്കാൻ കഴിയുന്നു. ഈ നിമിഷം എന്ത് തോന്നുന്നു? വലിയ സന്തോഷം. അതായത് ഈ നാടിൻ്റെ ഒരു കല്യാണം കഴിച്ചു കൊടുത്തു. ഈ നാടിൻ്റെ വലിയൊരു സ്വപ്നമാണ് ഈ ഒരു 5 വർഷം കൊണ്ട് നഗരസഭയുടെയും ചെയർമാൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം അതിൽ വലിയ സന്തോഷം. ഈ ഒരു വലിയ വികസനം ഇത് നാട്ടുകാരുടെ മുന്നിൽ കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം, അതായത് ഇവിടുത്തെ രക്ഷിതാക്കള്, ടീച്ചേഴ്സ്, അതുപോലെ നാട്ടുകാർ എല്ലാവരും ആഗ്രഹിച്ചൊരു വികസനം. എന്താണ് നമുക്ക് ഇതിനു മുന്നേ ഇപ്പോൾ വയോജനങ്ങളെ കൊണ്ടുപോയി 3000-ഓളം ആളെ അതന്നെ രാജ്യത്ത് ആദ്യമായിട്ടാണ്. അതുപോലെ ഇതിനു മുന്നേ നമ്മുടെ നഗരസഭയിലെ എല്ലാ അംഗൻവാടിയും AC ആക്കി. അതിലുപരി ഇത് തന്നെ നമുക്ക് രാജ്യത്തിൻ്റെ അഭിമാനമായൊരു സംഭവം തന്നെ. നമുക്ക് ചെയർമാൻ്റെ കൂടെ ഈ കാലഘട്ടത്തിലൊരു സുവർണ്ണ ഘട്ടം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഏത് വാർഡിക്കാണെങ്കിലും കോടികളെ ഫണ്ടാണ് എല്ലാ വാർഡുകൾക്കും. 5ഉം 6ഉം 8ഉം 10 കോടിയൊക്കെയാണ് ഓരോ വാർഡിൽ ചെലവഴിച്ചിട്ടുള്ള വർക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെ മെമ്പറാണല്ലോ. ഇനി അടുത്ത വർഷം അഡ്മിഷൻ കിട്ടാൻ ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ തന്നെ ചോദിക്കൊണ്ട് ഇത് എന്താ സംശയം? ചോദിക്കും 100% 200% ആ ചോദ്യം വരും. കാരണം അമ്മ അതൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സന്തോഷ് മാഷ് കൊല്ലത്തുകാരനാണല്ലോ. മലപ്പുറത്തിന്റെ ഒരു മാറ്റം ഒന്ന് പറഞ്ഞേ. ഈ മലപ്പുറത്ത് നിങ്ങൾ അല്ലേ വലിയ മുന്നേറ്റമാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത്. ഈ പൊതുവിദ്യാലയങ്ങൾ പഠിച്ചപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒക്കെ പൊതുവിദ്യാലയങ്ങൾ മലപ്പുറത്തിൻ്റെ സിവിൽ സർവീസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആണെങ്കിലും എൻട്രൻസ് പരീക്ഷയാണ് നാഷണൽ പിന്നെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ സാധാ സ്കൂളിൽ പഠിച്ച ആളുകളാണ് വരുന്നത്. എന്താ മലപ്പുറത്തിൻ്റെ മുന്നേറ്റത്തെ കുറിച്ച് ചെയർമാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആ നിങ്ങളെ പിന്നെ വയോജനങ്ങൾക്ക് നിങ്ങൾ നടത്തിയ അത് ഗിന്നസിലേക്ക് അത് അവിടെയൊക്കെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അതിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരൊന്നും ജീവിതത്തിൽ അവർ സ്വപ്നം പോലും കാണാത്ത ഒരു കലവറ ഒരുക്കാനുള്ള അതാണ് ഏറ്റവും വലിയ എല്ലാം ആ ഒരു അടിത്തട്ടിൽ നിന്ന് തുടക്കം അല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാർ പറഞ്ഞത് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമായിരിക്കണം എൻ്റെ. അതാണ് അവിടെ ഒരു ഹാവിനോട്ടെന്നുള്ള ഭേദമില്ലാത്ത രീതിയിലുള്ള ഒരു നമുക്ക് അഭിമാനം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഈ തെക്കൻ ഭാഗത്തേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സൗകര്യങ്ങൾ നോക്കുമ്പോൾ മലപ്പുറം വളരെ ടോപ്പിലാണ്. എല്ലാം സ്റ്റാഫ് റൂമിൻ്റെ കാര്യത്തിലായാലും സത്യമാണ് പറയുന്നത്. ഞാനിപ്പോൾ അവിടെ അറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ എല്ലാം ഇവിടെ മൊത്തം നമ്മൾ ഭക്ഷണം നൽകുന്ന ആ രീതിയാണ് നിങ്ങൾ ഇവിടെ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. അതാണ്. ഓക്കെ അപ്പോൾ എന്താ ഹാപ്പി അല്ലേ? ഇത് ഓക്കെ സന്തോഷം. പ്രൗഡല്ലേ? പ്രൗഡാണ്. ഭാര്യ ഈ വാർഡിലെ മെമ്പർ ആയത് വലിയ പ്രൗഡാണ്. മാത്രമല്ല അവർ
മുജീബ് കാടേരി ചെയർമാനായി കൗൺസിലിൽ അംഗമായി എന്നത് തന്നെ അഭിമാനമാണ്. ഓക്കെ സന്തോഷം. ഹാപ്പി. പിന്നെ ആരാ ഉള്ളത്? മാനേജർ MMEട്ടിൻ്റെ മാനേജർ, വലിയൊരു സ്കൂളിൻ്റെ മാനേജർ. ഇത് ഇദ്ദേഹം MMEട്ടിൻ്റെ മാനേജർ. അതിങ്ങനെ സ്വകാര്യത്തിൽ നോക്കുക കേട്ടോ. ഓക്കെ, സന്തോഷമാണല്ലേ? വളരെ സന്തോഷം. കോമ്പറ്റീഷൻ ഫൈറ്റ് ഒന്നുമില്ല. അതല്ല, ചെയർമാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആകുമെന്ന് നമ്മൾ വിചാരിച്ചു. AC എല്ലായിടത്തും വെക്കുമല്ലോ. AC പുറമെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതൊക്കെ ഭൗതികമായിട്ട് ഇത്ര സൗകര്യങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ ഓടില്ല. ഫസ്റ്റ് ഇതാണ് തന്നെ. അതെ അതെ, ഗവൺമെന്റ്. അത് മാത്രമല്ല, ഈ ചെയർമാൻ വന്നതിന് ശേഷം രാജ്യത്ത് ആദ്യമായിട്ടാണ് രാജ്യത്ത് ആദ്യത്താണെന്ന് പറഞ്ഞു. പിന്നെ വാഷ്റൂം കണ്ടപ്പോൾ ആരാ പറഞ്ഞത് എയർപോർട്ടിലൊക്കെ പോകണം, അതിനെക്കാട്ടും സംഭവം കേട്ടോ. അതിന്റെ അടിപൊളി. ഓക്കെ, അതിന്റെ ഏറ്റവും ബെസ്റ്റ് മാഷ് പറഞ്ഞ പോലെ ബ്രാൻഡുകളിൽ തമ്മിൽ ഏതാ ക്വാളിറ്റി ഉള്ളതെന്ന് നമ്മൾ അന്വേഷിച്ചു. അതിൽ ചെറിയ ലാഭം ഉണ്ടാവും ചിലപ്പോൾ ഇവർക്ക്, അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതേ വർക്ക് എടുക്കാൻ എന്നവർ പറഞ്ഞു. ഇത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇതിനകത്ത് നിങ്ങൾ ആ അർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇൻവോൾവ് ചെയ്താൽ മതി. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഇത് കോപ്പി ചെയ്യട്ടല്ലോ. നല്ല കോപ്പി ചെയ്യണ്ടേ? കോപ്പി നിങ്ങളും തുടങ്ങട്ടെ. അതിന് ഇങ്ങനെ ഇറങ്ങി ഇതേപോലുള്ള ആളുകൾ മുന്നിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സപ്പോർട്ടും വരും കേട്ടോ. ഓക്കെ, സന്തോഷം.